റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തിരുവനന്തപുരം നഗരത്തിൽ കുളവും നിലവും നികത്തും. കമലേശ്വരം കല്ലാട്ടുമുക്കിൽ ഒരേക്കറിലേറെ വരുന്ന കുളമാണ് നികത്താൻ തുടങ്ങിയത്. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട നിലവും തണ്ണീർത്തടവും നികത്തുന്നതിനെതിരെ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത ശേഷവും കുളം നികത്തുന്നത് തുടരുന്നുവെന്നതാണ് പ്രദേശവാസികൾ പറയുന്നത്. വില്ലേജ് ഓഫീസർ തഹസീൽദാർക്കും പോലീസിലും റിപ്പോർട്ട് നൽകി. റവന്യൂ രേഖകൾ റിപ്പോർട്ടിന് ലഭിച്ചു. ഇതേ വില്ലേജിലാണ് മുൻ ചീഫ് സെക്രട്ടറി രാമചന്ദ്രൻ നായരുടെ മകന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലെ അനധികൃത നികത്ത് റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നത്. ടി വി പ്രസാദ് ഉണ്ട്. ടി വി പ്രസാദ്, ഇത് വ്യാപകമായ രീതിയിൽ റിയൽ എസ്റ്റേറ്റ് താല്പര്യമുള്ളവർ ഈ തണ്ണീർത്തടവും ഈ പാടങ്ങളും ഒക്കെ നികത്തുകയാണല്ലോ. അതും വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ കൊടുത്താൽ അതിന് പുല്ലുവിലയാണോ ഇവർ കൊടുക്കുന്നത്? അങ്ങനെ തന്നെ പറയേണ്ടി വരും അരുൺ. കാരണം ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. മുൻ ചീഫ് സെക്രട്ടറി രാമചന്ദ്രൻ നായരുടെ മകൻ ഡോക്ടർ അജയകുമാറിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് വ്യാപകമായി നികത്തിയത്. ഇത് അതിലും ഭീകരമാണ് എന്നതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കമലേശ്വരം അമ്പലത്തറയ്ക്കടുത്തുള്ള ഓക്സ്ഫോർഡ് സ്കൂളിനോട് ചേർന്ന ഒരു കുളത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ബിബിൻ, ഈ ദൃശ്യങ്ങളൊന്ന് കാണിച്ചാൽ ഈ കുളം മണ്ണായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം കുളമായിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ. പക്ഷേ ഈ കുളം നികത്തി എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ഇതേതാണ്ട് 1.5 ഏക്കറോളം അധികമുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും 1 ഏക്കറിൽ കൂടുതലുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ഇതിലേതാണ്ട് ഇപ്പോൾ ഒരു 30-35 സെൻറ്റിലധികം ഭൂമി നമ്മൾ ഈ കാണുന്നത് പോലെ നികത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഗുരുതരമായ പ്രശ്നം പല മഴക്കാലത്തും തിരുവനന്തപുരത്ത് ഈ കമലേശ്വരം, അമ്പലത്തറ, ഈ പറയുന്ന കല്ലാട്ടുമുക്ക് മേഖലകളിൽ പലയിടങ്ങളിലും വെള്ളം കയറിയത് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ കുളം പൂർണ്ണമായി നികന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് അരുൺ, ഈ പ്രദേശം മൊത്തം വെള്ളക്കെട്ടിലേക്ക് പോകും. അങ്ങനെയാണ് കർഷക തൊഴിലാളി യൂണിയൻ്റെ ഭാരവാഹികൾ വില്ലേജിൽ പരാതി നൽകുന്നത്, സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നത്, അതിനുശേഷം തഹസിൽദാർക്കും RDOയ്ക്കും എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷവും ഇത് തുടർന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും ഗുരുതരമായ കാര്യം. സ്റ്റോപ്പ് മെമ്മോ നൽകിയതിന് ശേഷവും അനധികൃതമായ ഈ നിലനികത്ത് തുടർന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. ഈ പ്രദേശത്തെ പൊതുപ്രവർത്തകർ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇത് കാലാകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു കുളമായിരുന്നു. അതിപ്പോൾ ഇവിടുത്തെ ഈ സ്കൂൾ അധികൃതരും നാട്ടുകാരെല്ലാം ചേർന്ന് ഇതിനകത്ത് മൊത്തം നികത്തി അവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് മഴക്കാലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഈ മറ്റുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് വരും. ഈ കുളം നിർത്തി കഴിഞ്ഞാൽ മറ്റു വീടുകളിൽ വെള്ളം കയറുകയും വലിയൊരു വെള്ളക്കെട്ടിന് ഇത് സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണോ? നാട്ടുകാരൊക്കെ നിൽക്കുകയാണോ? എന്താണ്? നമ്മളതിൻ്റെ ഈ കാര്യങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. പക്ഷേ എന്നാലും അവർ അത് വകവയ്ക്കുന്നില്ല. കാര്യം രാത്രി 12 മണിക്ക് 2 മണിക്ക് ഇടയ്ക്കാണ് മണ്ണടിക്കുന്നത്. പക്ഷേ അവർക്ക് നിയമമൊന്നും ഒരു ബാധകമല്ല എന്ന രീതിയിലാണ്. കാര്യം ഇത് സാധാരണക്കാരൻ ചെയ്താൽ പെട്ടെന്ന് നടപടി വരികയും ഇതേപോലെ വമ്പൻ സ്രാവുകൾ ചെയ്താൽ ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ്. ഇത് നഗരമധ്യത്തിലൊരു സ്ഥലമാണ്. അതെ, നഗരമധ്യത്തിലാണ്. ഇത് വർഷങ്ങളായിട്ട് കല്ലാട്ടുമുക്ക് കമലേശ്വരം പ്രദേശത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മഴക്കാലത്ത് വരുന്ന വെള്ളക്കെട്ട്. അപ്പോൾ ഈ ഓക്സ്ഫോർഡ് സ്കൂളിൻ്റെ തൊട്ട് പുറകിലായിട്ട് കുറച്ച് സാധാരണക്കാർ വർഷങ്ങളായിട്ട് താമസിക്കുന്നവരുണ്ട്. അവിടെ ഒരു ഏലായും ഉണ്ട്. അപ്പോൾ ഈ വെള്ളം ഇവിടെ നിന്ന് നേരത്തെ ആണെങ്കിൽ ഈ വെള്ളം പുറത്തോട്ട് പോകുമായിരുന്നു. ഇപ്പോൾ എല്ലാ സൈഡും മതിൽ കെട്ടി ഈ വെള്ളം ശരിക്കും ഇവിടെ നിന്ന് പുറത്തോട്ട് പോകാത്ത രീതിയിലും അപ്പുറത്തു നിന്നുള്ള മഴവെള്ളം ഇങ്ങോട്ട് വരാത്ത രീതിയിലും ആക്കി കഴിഞ്ഞു. മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഈ വരുന്ന വെള്ളം ഇവിടെ നിന്ന് പ്രദേശത്ത് മറുഭാഗത്തോട്ട് പോകുന്നിടത്തെല്ലാം സാധാരണക്കാർ താമസിക്കുന്ന അവിടെ ഒരു ഓടയുണ്ട്. അതിൽ പോലും നീരൊഴുക്ക് നിന്നൊരവസ്ഥയിലാണ്. അപ്പം ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ നീരൊഴുക്കുള്ളതും കുളങ്ങളും അതേ നിലയിൽ തന്നെ നിർത്തി മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. ഇതിനപ്പുറവും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. കരിയൽ തോടുകൊണ്ട് ബന്ധപ്പെട്ട ഒരു വഴിയാണ്. അതുമാത്രമല്ല, ഇത് കൊടുത്തേക്കുന്നത് ഇവർ സ്കൂളുകാർ പറയാൻ ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ കൊട്ടേഷൻ കൊടുത്തേക്കാണ്, അവർ നികത്തി കൊടുക്കും. എല്ലാവരും പറയുന്ന മറുപടിയാണിത്. അതായത് തൻ്റെ പറമ്പിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് തനിക്കറിയില്ല എന്നാണ് വില്ലേജ് ഓഫീസറോട് പറയുന്ന മറുപടി. ഇത് ഏതൊരാൾക്കും കണ്ടാൽ മനസ്സിലാകും. ഇതൊരു ചെറിയ തണ്ണീർത്തടമൊന്നുമല്ല, വലിയ ഒരാൾ പൊക്കത്തിൽ വെള്ളമുള്ള ഈ കൊടും വേനലിലും ഇത്രയേറെ വെള്ളമുള്ള ഒരു കുളമാണ്. ആ കുളമാണ് നികത്തിയെടുക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് താല്പര്യമാണ്. ഇനി സ്കൂളല്ല, എന്തായാലും ഇങ്ങനെ ഒരു നടപടികളിലേക്ക് കടന്നാൽ അടിയന്തരമായി ഇടപെടേണ്ട റവന്യൂ സംവിധാനം, അതുപോലെ തന്നെ പോലീസ് സംവിധാനം ഒന്നും കണ്ടില്ല എന്ന് നടിക്കുകയാണോ എന്നുള്ളതാണ്. ഇപ്പോഴിത് നികത്തി തുടങ്ങിയിട്ട് 2-3 മാസം കഴിഞ്ഞു. ഇത്ര ദിവസമായിട്ടും ഇത് കോരി മാറ്റാനുള്ള നടപടികളിലേക്ക് റവന്യൂ വകുപ്പ് കടക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിങ്ങനെ തുടർന്നാൽ ഉറപ്പായും അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്കും ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം പോലെ തന്നെ ഈ കുളത്തിൻ്റെ നടുവിലും നമുക്ക് നിൽക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് അരുൺ.
അതാണ് അരുൺ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2008 നെൽവേൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കൊണ്ടുവന്നത് തന്നെ നമ്മുടെ നാട്ടിലെ ഒരിഞ്ച് വയലേലകളും ഒരൊറ്റ കുളങ്ങളും ഒന്നും ഇല്ലാതായി പോവാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് കാശുള്ളവന്, സമൂഹത്തിൽ സ്വാധീനമുള്ളവന്, റവന്യൂ വകുപ്പിലും പോലീസിലും രാഷ്ട്രീയത്തിലും അധികാരത്തിലും സ്വാധീനം ചെലുത്താൻ കഴിവുള്ളവന് വേണ്ടി തണ്ണീർത്തട സംരക്ഷണ നിയമം പോലും കാറ്റിൽ പറക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. ഒരുപക്ഷെ ഈ സമയത്തിൻ്റെ പ്രത്യേകത കൂടി ഇവർ മുതലെടുക്കുന്നു എന്ന സംശയമുണ്ട് അരുൺ. കാരണം പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ഉദ്യോഗസ്ഥർക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണോ ഈ അഹങ്കാരം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരുൺ. ഇതിങ്ങും നിവർന്നു പോയാൽ ഈ 1.5 ഏക്കറിലധികം വരുന്ന കുളം പൂർണ്ണമായി മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഉറപ്പായും അരുൺ വരുന്ന ഈ മഴക്കാലത്ത് വലിയ വെള്ളക്കെട്ടായി ഈ പ്രദേശം മാറുമെന്ന കാര്യം ഉറപ്പാണ്, 100% ഉറപ്പാണ് അരുൺ.